ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലും ഇൻട്രോയിലും ഒക്കെ കണ്ടതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഡെസ്ക് ക്ലീനിങ് വീഡിയോ ആണ്. ഒരു പ്രൊഡക്റ്റീവ് ഈവനിങ് ആണ്. സൺഡേ ഈവനിങ് ഇങ്ങനെ ഇവിടെ നിന്നപ്പോൾ എൻ്റെ ഡെസ്ക് ആകെ മെസ്സായിട്ട് കിടക്കുമായിരുന്നു. നമ്മുടെ ഐറ്റംസ് എല്ലാം ഇങ്ങനെ വാരി വലിച്ച്, അതായത് വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ എടുത്ത് ഇടതുവശത്ത് വയ്ക്കും, വലത് സൈഡിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ തന്നെ അതിരിക്കും. ഞാൻ പിന്നെ നെക്സ്റ്റ് ഡേ സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ അതൊന്നും ചെയ്യാനുള്ളൊരു എനർജി എനിക്ക് യൂഷ്വലി ഉണ്ടാവാറില്ല. ഉള്ള ഒരു ചെറിയ ഭാഗം ക്ലീനാക്കി വെച്ചിട്ട് അവിടെയാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റർ ക്ലാസ് ഞാൻ മുന്നേ എൻ്റെ കുട്ടികൾ തന്നതാണ്. അപ്പോൾ അവരുടെ ഒരു ഗിഫ്റ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റർ ക്ലാസ് അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതുപോലും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഇതിനകത്ത് കിടന്ന ഐറ്റംസ് എല്ലാം ഞാനൊന്ന് ക്ലീൻ ആക്കി എടുത്തു. 2 ബക്കറ്റ് ഓഫ് ക്ലേ ആണ് ഇരിക്കുന്നത്. ഒരെണ്ണം ഞാൻ മേടിച്ചതും ഒന്ന് നമ്മുടെ ട്യൂഷൻ കുട്ടിയുടെ ഗിഫ്റ്റും ആയിരുന്നു. പിന്നെ അന്നത്തെ വിഷു ഫോട്ടോഷൂട്ടിന് മേടിച്ചിട്ടുള്ളൊരു മയിൽപ്പീലി, അതൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. സത്യം പറഞ്ഞാൽ ചുമ്മാ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണിത്. ക്ലീൻ ചെയ്യുന്ന ഒരു വ്ളോഗൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വേറെ വലിയ പരിപാടികളൊന്നും ഇല്ല. അതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ നമ്മുടെ വൈറ്റ് ഷീറ്റാണ് ഒട്ടിച്ചിരുന്നത്, വാൾപേപ്പർ ഷീറ്റ്. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ പെട്ടെന്ന് ചീത്തയായി പോവും. ഇതിപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ ആ വീഡിയോ എടുക്കുന്ന ഭാഗത്തെല്ലാം പെയിൻ്റൊക്കെ ഇങ്ങനെ ആയിട്ട് കംപ്ലീറ്റ് അതേപോലെ കിടക്കുക. പക്ഷേ വീഡിയോയിൽ ലൈറ്റ് വരുമ്പോൾ അതറിയില്ല. പിന്നെ ഇത് ഇപ്പോൾ കാണിച്ചത് നമ്മുടെ ക്യാൻഡിൽ ഹോൾഡർ ഉണ്ടാക്കിയപ്പോൾ മെഴുകുതിരി കത്തിച്ച് വെച്ച് അവിടെ തന്നെ വീണ് കത്തി തുടങ്ങിയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് കത്തി തീർന്നില്ല. അപ്പോൾ ഈ ഒരു വോളാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. ഈ ഒരു മീനിൻ്റെ ഒരു വോൾ ഡെക്കർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. ഞാൻ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. അതിപ്പോഴും ഞാൻ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് എല്ലാം തന്നെ ഈ വോളിലും ഈ മേശയിലും തന്നെയാണ് ഇടുന്നത്. ഈ ലീവ് ലവ് ലവ് ഒക്കെ ഒത്തിരി നാൾ മുന്നേ ഉള്ളതാണ്. ഒന്ന് ഇളക്കി കളയാൻ എനിക്ക് തോന്നിയില്ല എന്നുള്ളത് കൊണ്ട് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ ഇതേപോലത്തെ കുറേ വോൾ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ ടേബിൾ നീറ്റാക്കിയ ശേഷം നമ്മൾ ഓവർ ഹെഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഫോൺ സ്റ്റാൻഡാണ് യൂസ് ചെയ്യുന്നത്. അതും റിമൂവ് ചെയ്തിട്ട് കംപ്ലീറ്റ് നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ ക്ലീൻ ചെയ്ത് ആ പെയിൻ്റൊക്കെ ഞാൻ നല്ലപോലെ ഉരച്ചൊക്കെ കളഞ്ഞു. പിന്നെ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ കൂടെ നമ്മുടെ പഴയ വീഡിയോയിൽ, നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ വീഡിയോയിലും ലോങ് വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കമൻ്റ് ഇടുന്ന ഒരു 50 കമൻ്റ് ആവുമ്പോൾ നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന്. അപ്പോൾ അത് മറക്കരുത്. ഇതിനകത്ത് ഞാനതൊന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൂടെ ഒന്ന് വീഡിയോ ഇതിനകത്തേക്ക് ഒരു ബിറ്റ് ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ കാണുന്ന അറേഞ്ച്മെൻ്റ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ ലാസ്റ്റ് കാണുക. ആ ടേബിളിൽ വെച്ചിരിക്കുന്ന എല്ലാം നമ്മൾ തന്നെ ചെയ്തെടുത്ത ഐറ്റംസ് ആണ്. അപ്പോൾ ഫ്ലവർ വേസിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചു, ഇവിടെ വെച്ചു എല്ലാ സാധനങ്ങളും. കുറേ പെൻ സ്റ്റാൻഡ് ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതലുള്ളത്. കുറോമി പെൻ സ്റ്റാൻഡും നമ്മുടെ ഐസ്ക്രീം പെൻ സ്റ്റാൻഡും. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ എനിക്ക് കട്ടൻ ചായ കൊണ്ടുവന്നു. പിന്നെ കട്ടൻ ചായ കുടിച്ചിട്ടാവാം ബാക്കി പരിപാടി എന്ന് പറഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തു. പിന്നെ നമ്മുടെ ട്രൈപോഡ്, ലാമ്പ്, അപ്പോൾ അതൊക്കെ ഞാനൊരു 10-15 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ഫൈനലി അതിനൊരു പൊസിഷനിൽ എത്തിച്ചത്. എനിക്കൊരു സംതൃപ്തി വരുന്നവരെ ഞാനതിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. പിന്നെ അവസാനം അമ്മ എൻ്റെ ഒരു ഡോണറ്റ് വേസ് ഉണ്ട്. അപ്പോൾ ആ ഡോണറ്റ് വേസും കൂടെ കൊണ്ട് വെച്ച് തന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ സെറ്റാക്കി നമ്മുടെ ഡെസ്ക് റെഡി ആയിട്ടുണ്ട്. എത്ര ദിവസത്തേക്കാണ് ഈ വൃത്തിയെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ കുഞ്ഞ് ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് വീഡിയോ ഇഷ്ടമായോ എന്ന് പറയുക. നമ്മുടെ ക്യൂട്ട് ബെസ്റ്റീസിനെയൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ ഫൈനൽ ലുക്ക്. അടുത്ത വീഡിയോയുടെ പെട്ടെന്ന് തന്നെ കാണാം. കമൻറ്റിൻ്റെ കാര്യം മറക്കണ്ട. ബൈ ബൈ.